പോണല്ലോ. ആള് മാറിപ്പോയതായിരിക്കും. പ്ലംബിങ്ങിന്റെ ബോയ് ആശാനകത്തുണ്ട്. ഒരു പണിയായിട്ട് വന്ന. പ്ലംബിംഗ് നിന്റെ വരവും പദ്ധതിയെ കണ്ടിട്ട് നീ ഏതോ സിനിമയിൽ അഭിനയിക്കണ പോലെ എന്ത് ചെയ്യും? ബൈ. അയ്യോ കുറുക്കച്ചേട്ടാ, അവനെ കേട്ടുവിട്ടാരെ, നമ്മുടെ പയ്യനാ. മേരാ ശിഷ്യൻ ഹും ഇവൻ. യൂണിഫോം ഇല്ലേ ഇവന്? പ്ലംബിംഗ് എന്ന് പറഞ്ഞ യൂണിഫോമിലാണ്ട് അകത്തോട്ട് കയറിയല്ലേ കടിയുള്ള ഓരോ അണ്ണന്മാരുണ്ട് ഇവിടെ. അവരെല്ലാം കൂടി നെഞ്ചത്തോട്ട് കയറും. പിന്നെ 3 ഇഞ്ചിന്റെ പൈപ്പിടാൻ വന്ന ഞങ്ങളിനി യൂണിഫോം ഇട്ട് ടൈയും കെട്ടി വരാം. എന്റെ പൊന്നു കൂർക്കച്ചേട്ടാ, ആ ചെറുങ്ങനെ കടത്തി വിടണ്ടോ? പണി കഴിഞ്ഞിട്ട് പുറത്തു പോകാനുള്ള തന്നെ. നിന്ന് CBSE സ്കൂളാണ്. അത് പിന്നെ ഓരോരോ ഈ ആചാരങ്ങളാകുമ്പോ ഏതായാലും നിങ്ങൾ പണി തീർക്ക്. പിന്നെ പണി തീർത്ത് അവിടെ ഇവിടെ തട്ടിമുട്ടി നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്. പിന്നെ കാഴ്ച ബംഗ്ലാവല്ലേ തട്ടിയും നിറഞ്ഞു നിൽക്കാൻ. വാടാ അന്യഗ്രഹ ജീവി. ശരിയാണല്ലോ അവൻ പറഞ്ഞത്. കാഴ്ച ബംഗ്ലാവ്, കുറെ കാട്ടുപോതികൾ മാത്രമുള്ള കാഴ്ച ബംഗ്ലാവ്. എടാ, നമ്മൾ അധ്വാനിച്ചിരിക്കണം. നിനക്കറിയാമോ, നിന്റെയൊക്കെ ഈ പ്രായത്തിൽ ഞാൻ ഇതിലും വലിയ അധ്വാനിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ പൊസിഷൻ കിട്ടിയത്. നീ ഹെഡ്സെറ്റും വെച്ച് ഇതിനും മാത്രം കിടന്ന് ആലോചിക്കാൻ നീ എന്നാ സ്റ്റാർ സിംഗറിലെ ജഡ്ജോ? നീ ഒന്നും കൂടെ വന്നോ? മണിയനീച്ചയുടെ മോന്തയും വെച്ചു നടക്കണം അങ്ങോട്ട്. എടാ, ഞാൻ പറഞ്ഞ എന്താ നിനക്ക് മനസ്സിലായോ? എന്നെയൊക്കെ നീ അങ്ങ് ഫോളോ ചെയ്താണല്ലോ. നീയൊക്കെ ഇതിലും ഉയരത്തിലെത്തും. ഇതൊന്ന് 3:30 കെട്ടിയത്. 3:30 അര മാറിപ്പോയ നിന്റെ ആരെയാൻ തല്ലി ചതിക്കും. എൻ്റെ മകാമ കൊച്ച് കാത്തിരുന്ന് വിഷമിച്ചിട്ടുണ്ടാവും. ഒറ്റ മുക്കിന് എന്നെ കാല് പൊങ്ങി. ഓ, തൊണ്ട വരണ്ടല്ലോ എന്ന് മനസ്സിൽ ഓർത്തോളൂ. അപ്പോഴത്തേക്കും വെള്ളം കൊണ്ട് ആള് വന്നല്ലോ. പാലില്ലായിരുന്നോ? അല്ല, പാലുണ്ടായിരുന്നെങ്കിൽ ചായ ആയിരുന്നല്ലോ അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് പറഞ്ഞതാ. പെങ്ങള് പോക്കോ. ഈ പൈപ്പിൽ നിന്ന് നല്ല ഷറപറാന്ന് വെള്ളം ഈ പ്ലംബറിയാട്ടം വരുത്തി തന്നിരിക്കും. പെങ്ങള് പോക്കോ. ഓ, നോട്ടത്തിലങ്ങ് വെന്ത് പോയി. വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് ധ്യാന കേന്ദ്രം. വരുന്നത് മൊത്തം അടൻസുള്ളിയാ. അല്ലേപ്പാ, ഇന്നത്തെ പണിക്ക് എനിക്ക് കൂലി വേണ്ട. അങ്ങനെടാ, ഇന്നത്തെ പണി തന്നെയാണ് എൻ്റെ കൂലി. കൂർക്കച്ചേട്ടോ, ഞങ്ങളുടെ പണി കഴിഞ്ഞു. തപ്പിയല്ല തടഞ്ഞുമില്ല. വിട്ടുപടി കൊച്ചിക്കാരനാണല്ലേ? കമ്പനിപ്പടി. അപ്പൊ ബടി ഞങ്ങ അങ്ങ് പടിയാവാണ്. വാടാ. ഈ തുമ്പിത്തലേനെ എന്നെ കാണിക്കണം. भाई साहब CCTV खराब हो गया ना, वो चेक करने के लिए आया हूँ. എന്റെ പൊന്നു രാജാവേ, മലയാളത്തിൽ പറ. ചേട്ടാ, ഇവിടുത്തെ CC ക്യാമറ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് കോൾ വന്നിരുന്നു. നിങ്ങളെ കാത്തിരിക്കായിരുന്നു. ഇതൊന്നൊഴികെ ബാക്കി ഒന്നും വർക്ക് ചെയ്യാനില്ല. ചേട്ടാ, സെർവർ എവിടെയാണ് ഇരിക്കുന്നത്? ഓഫീസ് റൂമിൽ. ഇതാണ് ഐറ്റം. എന്റെ പൊന്നി, ഇതെല്ലാം അടാറ് ഐറ്റങ്ങളല്ലേ? ഒടുക്കത്തെ വില കൂടി ആയിട്ടാണ്. എന്റെ അന്ധകാരം ഇതിന് ഓരോന്നും 10-30 രൂപ വില വരും. എന്റെ പൊന്നു. ചുമ്മാ എടുത്തിയാടാ നീക്കല്ലേ. ഇത്രയും വലിയ സെറ്റപ്പുള്ള സ്ഥലമാകുമ്പോൾ അവിടെ ക്യാമറയും സെക്യൂരിറ്റിയും ഒക്കെ കാണും. പണി കിട്ടും. നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന പോലെ അല്ല. പിടിച്ചു കഴിഞ്ഞാൽ ഇടിച്ച് പഞ്ഞിക്കിടും. പിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആലോചിക്കും. അമ്മേ, നീ അത് വിട്. അവിടെ ഒറ്റ ക്യാമറയും വർക്ക് ചെയ്യൂല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പിന്നെ ഇവിടെ ആകെയുള്ളത് ഇതിങ്ങനെ നടക്കുന്ന പുള്ളുന്ന സെക്യൂരിറ്റിയാണ്. അയാൾ വെറും വേസ്റ്റാണ്. മിക്ക വീടുകളിലും സാധനങ്ങളൊക്കെ പുറത്തുണ്ട്, പക്ഷെ ആളില്ല. ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവിടെ വന്ന് ഈ കഥ പറയണത്. അപ്പൊ ഇവിടെ എൻ്റെ ഡാർക്കിനൊക്കെ ആയിട്ട് വന്നാലുണ്ടല്ലോ, ഫുൾ ടൈം പേടിയാണ് മാങ്ങാത്തുലി. നീ ആ സ്ഥലം കറക്റ്റായിട്ട് പറഞ്ഞേ. എടാ, വെണ്ണല ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് കാണണം ഫസ്റ്റ് റൈറ്റ്. ഷോ, എൻ്റെ അളിയ, ആ വില്ലൊന്ന് കാണണം. കുറേ പനകൾ, കിട്ടുക്കം വില്ലകൾ. കാറുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എടാ, ഷോ, പണ്ടാറടങ്ങാനായിട്ട് വില്ലയുടെ പേരും മറന്നുവല്ലോ. കാസാമി. യു മീൻ കാസാ മെട്രോ? ഒബ്വിയസ്ലി ആ ട്രോയാണ് എനിക്ക് കിട്ടായിരുന്നത്. അല്ലളിയാ, നിനക്കെങ്ങനെ വില്ലിനെ പറ്റി അറിയാം? അതൊക്കെ എനിക്കറിയാം. ദേ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാം. ഈ പ്ലാൻ ഇവിടെ വെച്ച് കോലൊടിച്ച് കായലിലെറിഞ്ഞോണം. എന്ത്? നമ്മൾ പോണില്ലെന്നാ? നമ്മളവിടെ പോണ്ട. എന്താടാ, ഇത്ര ഈസി ആയിട്ടൊരു അവസരം കിട്ടിയിട്ട് നിനക്ക് വന്നൂടെ? എടാ, ഞാൻ പോയതല്ലേ, ഞാൻ കണ്ടതല്ലേ, പിന്നെ എന്താണ്? ഒരു കുഴപ്പമില്ല. ഇല്ലടാ,
അത് ശരിയാവില്ല. നിങ്ങൾ വേണേ പോയിക്കോ, എന്തായാലും ഞാനില്ല. വേണ്ട. പേടിത്തൂറി എന്നല്ല വേറെന്താ സീനാ? പോണെങ്കിൽ പോട്ടെ. എടാ നീ അബുനെ വിളിച്ച്. എടാ അവനില്ല, അവൻ ഉമ്മച്ചിയുടെ വീട്ടിലൊന്ന് പോയേക്കല്ലേ. ആ ശരി, ഇത്രയും കാലത്ത് ഉമ്മസിനെ അവിടെ നിന്ന് എന്താണ് നോക്കി പഠിപ്പിക്കണം. വെറുതെ ഇരിക്കണം, അവന്റെ ഉമ്മയ്ക്ക് വിളി കേട്ടോ. അതെ, നാളെ മീറ്റിംഗ് നടക്കില്ല കേട്ടോ. അമ്മയുടെ കൂടെ ചെല്ലണം എന്ന് പറഞ്ഞു. അമ്പലമോ പൂജയോ ഐ ഡോണ്ട് നോ. അപ്പൊ ഇനി എക്സാം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ. എക്സാംസ് കഴിയണം. ഷോ, ഇപ്പൊ ഞാൻ ചോദിച്ചത് തരാമെന്ന് പറഞ്ഞ എന്നെ പറ്റിക്കായിരുന്നല്ലേ? No, why should I do that? ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ കൂടെ പോണെന്ന്, അതുകൊണ്ടല്ലേ. എന്നാ ഒരു കാര്യം ചെയ്, ഇങ്ങോട്ട് വാ, കൈയോടെ തന്നേക്കാം. എന്ത്? എങ്ങനെ? എന്റെ വീട്ടിലേക്ക് ആരും അറിയാതെ വന്നാ മതി. ഒന്നല്ല, ഒരു 10 കിസ് ഞാൻ തരും. വണ്ണേ തന്നെയല്ലേ മോളുടെ വില്ല? അതെ. ശരി, ഡീൽ. നാളെയല്ല, ഇന്ന്. കഷ്ടമുണ്ട്, എനിക്ക് പേടിയാ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഹൈ, പേടിക്കേണ്ടത് ഞാനല്ലേ? അത്രയും വലിയ വില്ലയിൽ ആരും കാണാത്ത എന്റെ മുറിയിലെത്തണ്ട. ഞാൻ വരും. സീരിയസ്ലി കളിക്കല്ലേ, ഞാനൊന്നും ഓപ്പൺ ചെയ്ത് വിടൂല. അതൊക്കെ മോള് തുറന്നിട്ടോ. അപ്പൊ സീ യു ബേബി, ലവ് യു. ആ വത്സപ്പൻ ഉണ്ടല്ലോ, ഒരു ഡാലുവാ. എല്ലാം അമ്മായിനെ റെഡി ആയിട്ടുണ്ടാവും. എല്ലാം സെറ്റല്ലടാ. കാമുകിനെത്തിയല്ലോ. എന്ത് സെറ്റല്ലേന്ന്? അല്ല, വില്ല കയറുന്ന കാര്യം. അല്ല നീയല്ലേ ഞാനല്ല നിങ്ങ പൊക്കോ എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഒരു തമാശ പറഞ്ഞല്ലടാ കോപ്പേ. തമാശക്കല്ലേ അധികം. അപ്പൊ പ്ലാൻ ചെയ്തില്ല കാര്യങ്ങള്. സാറ് പറ പ്ലാൻ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പാതിരാത്രി എന്തെങ്കിലും നമ്മളവിടെ കയറുന്നു, പരിപാടിയൊക്കെ തീർത്ത് 3:30 നമ്മൾ ഇറങ്ങുന്നു. പക്ഷെ നമ്മുടെ അന്താരം പറഞ്ഞ കാര്യങ്ങൾ അത്ര ഈസി അല്ല അല്ലടാ. എന്നാലും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിറങ്ങും. ഓക്കെ ഓക്കെ, എന്നാ കൈ കൊടുക്കും. എടാ, ഇനി ഞാനല്ലേ പ്ലാൻ ചെയ്തേ. അത് ശരി, നീ കൊടുക്കും. ആ വെച്ചോ. മൊബൈല് വെള്ളത്തിൽ. എന്ത് പണിയാണ് ബിജു കാണിച്ചത്? ആക്ച്വലി പോപ്പിയാണ് വെള്ളത്തിൽ പോയത്. കാണിച്ചാലും